ജീവിതകാലം മുഴുവൻ അവഗണനയിലും ഒറ്റപ്പെടലിലും കഴിയേണ്ടി വന്ന ഒരു പാവം സ്ത്രീ സ്നേഹിക്കുന്നു എന്നൊരു പച്ച കള്ളത്തിൽ പ്രലോഭിപ്പിച്ച് ഒരു കുഞ്ഞിനും ജന്മം കൊടുത്ത് ഒടുവിൽ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് കടന്നുപോയൊരു മനുഷ്യനെ എനിക്കറിയാം. അതിലപ്പുറമൊന്നും വരില്ല കല്യാണിയുടെ കഷ്ടപ്പാടുകൾ. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. കല്യാണിക്ക് നിശ്ചയിച്ച് ഇങ്ങനൊരു ജീവിതമായി പോയി. എന്ത് ചെയ്യാം, അനുഭവിച്ചല്ലേ പറ്റൂ. എന്താ? ആഹാ, ഇത്ര സമർത്ഥമായി അഭിനയിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ഞാൻ സമ്മതിച്ചു. എന്താ കുട്ടി? വേണ്ട, ഇനിയും ഈ മുഖംമൂടി വെച്ച് എന്റെ മുന്നിൽ അഭിനയിക്കരുത്. കുട്ടി, എന്താ നീ പറയുന്നേ? മനസ്സിലാവില്ല നിങ്ങൾക്ക്. ജീവിതകാലം മുഴുവൻ അഭിനയിച്ചു മാത്രം ശീലിച്ച നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചത്. എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞല്ലോ നേരത്തെ. ജീവിതകാലം മുഴുവൻ അവഗണന ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പാവം സ്ത്രീയെക്കുറിച്ച്, അവരെ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ് കടന്നുപോയൊരു മനുഷ്യനെ കുറിച്ച്. എന്താ അത്ര തെളിച്ചു പറഞ്ഞിട്ടും അന്ന് മനസ്സിലായില്ലേ? കഴിയുമെങ്കിൽ ഇനിയെങ്കിലും ഈ മുഖംമൂടി ഒന്ന് അഴിച്ചു വെക്ക്. അറ്റ്ലീസ്റ്റ് ഈ 4 ചുവരുകൾക്കുള്ളിലെങ്കിലും. കുട്ടി എന്താ പറയുന്നേ? ആരെക്കുറിച്ചാ പറയുന്നേ? എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഞാനെന്തിനു കുട്ടിയുടെ മുമ്പിൽ മുഖംമൂടി വെച്ച് അഭിനയിക്കണം? ഇത്രയും നാളും കാപട്യം കൊണ്ട് കെട്ടിപ്പൊക്കിയ നിങ്ങളുടെ മാന്യത തകർന്നു വീഴാതിരിക്കാൻ, മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെച്ച രഹസ്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ, അതിലാ നിങ്ങളുടെ ഈ അഭിനയം. എന്താ ശരിയല്ലേ? എന്തായാലും എനിക്കിപ്പോ ഒരു കാര്യം ബോധ്യായി. അത്ര ചെറുതല്ലാത്ത എന്തോ ഒരു തെറ്റിദ്ധാരണ തന്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ കണ്ട അന്നു മുതൽ എന്നോട് താൻ പെരുമാറിയതും ആ ഒരു മനസ്സ് വെച്ചാ. ഇപ്പോതാ അത് മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. പറയൂ, എന്താ കുട്ടിയുടെ മനസ്സില്? ആഹാ, എത്ര സമർത്ഥമായിട്ട് സംസാരിക്കുന്നു നിങ്ങൾ. തെറ്റിദ്ധാരണ പോലും ഉണ്ട്. 10-23 വർഷം മുമ്പ് പാവ ഒരു സ്ത്രീ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ മാന്യനാണെന്നും സ്നേഹസമ്പന്നനാണെന്നും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ലെന്നും അവർ ധരിച്ചിരുന്നു. ആ തെറ്റിദ്ധാരണയ്ക്ക് കിട്ടിയ പ്രതിഫലമാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. എന്താ ഇനിയും വിശദീകരിക്കണോ? സ്നേഹം നടിച്ച് വരുതിയിലാക്കി ആഗ്രഹിച്ചതെല്ലാം നേടി ഒടുവിൽ നിർദ്ദയം നിങ്ങൾ വലിച്ചെറിഞ്ഞ പത്മ എന്ന പത്മാവതിയിൽ നിങ്ങൾക്കുണ്ടായ മകൾ. എന്താ താനീ പറയുന്നേ? ഏത് പത്മാവതി? എനിക്കറിയില്ല അങ്ങനെ ഒരു പത്മാവതിയെ. അങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല. അവരിൽ എനിക്കൊരു കുഞ്ഞുമില്ല. നീ അവരുടെ മകളായിരിക്കാം,
പക്ഷെ ഒരിക്കലും ഞാൻ നിന്റെ അച്ഛനല്ല, അച്ഛനാവുകയില്ല. വെറുതെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി എന്നിൽ നിന്ന് എന്ത് നേടിയെടുക്കാനാ നിന്റെ ഉദ്ദേശം? പറ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാതൊന്നും എനിക്ക് നേടിയെടുക്കണ്ട. പക്ഷെ നിങ്ങളാണ് എന്റെ അച്ഛനെന്ന് എനിക്ക് ലോകത്തെ ബോധ്യപ്പെടുത്തണം. അത്രേ വേണ്ടൂ. അല്ലാതെ നിങ്ങളുടെ മകളായി സുഖിച്ച് ജീവിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നടക്കില്ല. നീ പറയുന്ന കള്ളക്കഥകൾ വിശ്വസിച്ച് എന്റെ മകളായി നിന്നെ അംഗീകരിക്കാനൊന്നും എന്നെ കിട്ടില്ല. പക്ഷേ അംഗീകരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് ഇവിടം വിട്ട് ഞാൻ പോവും. അതിനു മുമ്പെങ്ങാനും ഇവിടുന്ന് തന്നെ ഇറക്കി വിടാൻ ശ്രമിച്ച എന്റെ അമ്മയുടെ മുഖം പോലും തെളിയാത്ത ആ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ സമ്മാനിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. എങ്ങോട്ടാടോ? വീട്ടിലേക്കാണ് സാർ. തിരക്കുണ്ടോ തനിക്ക് പോവാൻ? ഇല്ല. എന്താ സാർ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ഭാര്യ കല്യാണിയെ കാണാതായ ദിവസത്തെ ചില കാര്യങ്ങൾ. അതെല്ലാം കുത്തിപ്പൊക്കി ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കണം സാർ. കുത്തിപ്പൊക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ കുത്തിപ്പൊക്കിയല്ലേ പറ്റുള്ളൂ. അന്ന് എപ്പോഴാണ് ഭാര്യയെ കാണാനില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അത് അന്ന് അവൾ ഹോസ്പിറ്റലിലുള്ള അവളുടെ അച്ഛൻ്റെ അടുത്തായിരുന്നു. വൈകിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. കുറച്ച് മുമ്പ് വീട്ടിലേക്കാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. എവിടെ പോയെന്ന് സംശയം തോന്നി. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് 1/2 മണിക്കൂർ ദൂരെയല്ലേ. നേരെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇറങ്ങും മുമ്പ് അവൾ എത്തേണ്ടതായിരുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് എത്ര സമയം മുമ്പാണ് കല്യാണം ഇറങ്ങിയത്? ഒരു 1.5 മണിക്കൂർ മുമ്പ്. നിങ്ങൾ എത്തിയ സമയം ഏകദേശം 6 മണി. അപ്പോൾ കല്യാണി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് 4:30. പട്ടാപകൽ മെയിൻ റോഡ് കൂടെ പോകുന്നൊരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാൻ ആരെങ്കിലും മുതിരുവോ? അതും എപ്പോഴും ജനസഞ്ചാരമുള്ള റോഡ് വെച്ച്. അതെനിക്കറിയില്ല സാർ. തനിക്കറിയാത്തത് പലതുമുണ്ട്. അതാ തൻ്റെ കുഴപ്പം. ഇനി അവൾ സ്വമനസാലെ എവിടെയെങ്കിലും പോയതാണെങ്കിലോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. തനിക്കറിയാത്തത് പലതുമുണ്ട്. അതാ തൻ്റെ കുഴപ്പം. ഇനി അവൾ സ്വമനസാലെ എവിടെയെങ്കിലും പോയതാണെങ്കിലോ? ആ, അത് പോട്ടെ. നിങ്ങൾ പിന്നെ എവിടെയൊക്കെ അവളെ അന്വേഷിച്ചു? വീട്ടിലേക്ക് വിളിച്ചു. അപ്പോഴും അവളെ എത്തിയിരുന്നില്ല. ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലോ മറ്റോ പോയി കാണും ചിന്തിച്ചു. ഏത് സുഹൃത്തിൻ്റെ? ആദ്യം പോയത് ഒരു കൃഷ്ണകുമാറിന്റെ വീട്ടിലാ. ഏത് കൃഷ്ണകുമാർ? സാറിനറിയാം. ടൗണിൽ 4U4 എവർ എന്ന സ്ഥാപനം നടത്തുന്ന കിച്ചു അല്ലേ? അതെ. അവിടെ ചെന്നിട്ടില്ല എന്ന് അയാളുടെ അച്ഛൻ പറഞ്ഞു. അയാളെ കണ്ടില്ലേ? ഇല്ല, അയാൾ അവിടെ ഇല്ലായിരുന്നു. എത്ര മണിക്കാണ് നിങ്ങൾ അവിടെ എത്തിയത്? ഒരു 10 മണി കഴിഞ്ഞാണ്. 6 മണിക്ക് അന്വേഷണം തുടങ്ങിയ നിങ്ങൾ കിച്ചുവിൻ്റെ വീട്ടിലെത്തുന്നത് 10 മണിക്ക്. അത്ര ദൂരെയാണ് അയാളുടെ വീട്? അല്ല, ഇടയ്ക്ക് ഞാൻ അല്പം മദ്യപിക്കാനൊരു ബാറ് കയറി. കൊള്ളാം. ഭാര്യയോട് നല്ല സ്നേഹം. കാണാതായ ഭാര്യ അന്വേഷിച്ചു പോകുന്നതിനിടെ വെള്ളമടി. എന്നിട്ട് ഈ കിച്ചു എവിടെയാന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. അയാൾ ബിസിനസ് ആവശ്യത്തിന് എവിടെയാ പോയിരിക്കാന്നാ പറഞ്ഞത്. എന്ത് ബിസിനസ്? അത് ഞാൻ ചോദിച്ചില്ല. അപ്പൊ അലക്സാണ്ടർ പേട്ട കൊല ചെയ്യപ്പെട്ട ദിവസം ഈ കിച്ചു വീട്ടിലില്ലായിരുന്നു. നിങ്ങളുടെ ഭാര്യ ഒക്കെ കൃഷ്ണകുമാറുണ്ടോ? അകത്തുണ്ട് സാർ. അല്ല, അത് അയച്ചിട്ടുണ്ടല്ലോ. ഇനി ആരെ കൊന്നൊടുക്കാനാണ് നിന്റെ ഈ കൊലവിളി? ഇറങ്ങി വാടാ. എന്താ സാർ കാര്യം? 4 തരം പായസം കൂട്ടി നിനക്കൊരു സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വിളമ്പിത്തരാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. സാർ
സാർ എന്താ കാര്യം എന്ന് പറ. ഇങ്ങോട്ട് നടക്കടാ. എന്താ സാർ, എന്താ പ്രശ്നം? ഇവന്റെ അച്ഛ ഒന്ന് പറ്റും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. എന്താ താ വരുന്നോ? എന്താ മാറി സാർ? നിക്കടാ. എന്താ എന്റെ പേരുള്ള കേസ്? എല്ലാം വിശദാക്കി തരടാ. പാടാ നടക്ക്. ധാരാത്തേക്ക് ഇവിടെ ഇറങ്ങി വാടാ. ടേക്ക് ഇറ്റ്. സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ് സാർ എന്നെ ഉപദ്രവിക്കരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാനങ്ങ് തെളിയിച്ചാ പോയെ. സാർ പ്ലീസ് സാർ. സത്യം പറയടാ, അലക്സ് അച്ചായൻ കൊല്ലപ്പെട്ട രാത്രി വളരെ വൈകിയല്ലേ നീ വീട്ടിലെത്തിയത്? അതെ, എവിടെ പോയിരുന്നു? റെയിൽവേ സ്റ്റേഷനിൽ പോയതായിരുന്നു സാർ. എന്തിന്? ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ശ്രീയെ റിസീവ് ചെയ്യാൻ പോയതാ. ഏത് സ്ത്രീ? സാർ അറിയും, എൻ്റെ ബിസിനസ് പാർട്ട്ണറായ ശ്രീകുമാർ. അന്ന് അവൻ എപ്പോഴാ വന്നത്? ഇല്ല സാർ, അന്നവൻ വന്നില്ല. വന്നില്ലേ? ഇല്ല സാർ, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി അവന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലായി. പിന്നെന്തിനാ നീ സ്റ്റേഷനിൽ പോയത്? ആക്സിഡന്റ് പറ്റിയ കാര്യം അപ്പം ഞാൻ അറിഞ്ഞിരുന്നില്ല സാർ. അവൻ എന്നെ അറിയിക്കാനും കഴിഞ്ഞില്ല. കള്ളം പറഞ്ഞോളാം. ഇല്ല സാർ, സത്യം ഞാൻ പറഞ്ഞത്. പിന്നെ എപ്പോഴാടാ അവൻ ആക്സിഡന്റ് പറ്റിയ കാര്യം നീ അറിഞ്ഞത്? പിറ്റേന്ന് അവിടെ ഉള്ളൊരു സുഹൃത്തിനെ കൊണ്ട് അവൻ എന്നെ വിളിപ്പിച്ചു. പറഞ്ഞ സമയത്ത് കാണാതായപ്പോ നീ അങ്ങോട്ട് വിളിച്ചില്ലേ? ഉവ്, പക്ഷെ കിട്ടിയില്ല. അവന്റെ നമ്പർ എത്രയാ? സാർ അത് ആ ആക്സിഡന്റിൽ അവൻ്റെ സെൽഫോൺ നഷ്ടപ്പെട്ടു. വിളിച്ചാലും കിട്ടില്ല. നീ പഴുതുകളടച്ചങ്ങ് പോവുകയല്ലേ? ഇല്ല സാർ, സത്യം ഞാൻ പറഞ്ഞത്. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാനാണ് സത്യം. പറയടാ, നീ കല്യാണം അന്വേഷിച്ചു പോയതല്ലേ? അല്ല സാർ, സത്യമായിട്ടും അല്ല. നീ എന്ന് അറിഞ്ഞില്ലേടാ അവളെ കാണാതായ വിവരം? ഇല്ല സാർ, സത്യമായിട്ടും അറിഞ്ഞിരുന്നില്ല. പിന്നെ ഒന്നും അറിയാതെയാണോടാ നീ അവളെ അന്വേഷിച്ചിറങ്ങിയത്? സാർ, ഞാൻ ആരും അന്വേഷിച്ചിറങ്ങിയില്ല സാർ. ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇറങ്ങുമായിരുന്നു. പറടാ, അറിഞ്ഞിരുന്നെങ്കിൽ നീ അവളെ അന്വേഷിച്ചിറങ്ങുമായിരുന്നോ? പറടാ. ഉവ്. ഓഹോ, അപ്പൊ നീയാണല്ലേടാ അവിടെ രക്ഷകൻ? പറടാ. പറടാ. സാർ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. പറയടാ, നീയല്ലേ അലക്സ് അച്ചായനെ കൊന്നത്? പറയടാ, എന്താടാ സത്യല്ലേ? സാർ, കല്യാണിയെ കാണാതായ വിവരം അറിഞ്ഞ് നീ അന്വേഷിച്ചിറങ്ങി. ചെന്നെത്തിയത് അലക്സ് അച്ചായന് മുന്നിലാണ്. കല്യാണിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ നിനക്ക് അലക്സ് അച്ചായനുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. ആ ഏറ്റുമുട്ടൽ അച്ചായൻ കൊല്ലപ്പെട്ടു. എന്താടാ അതല്ലേ സംഭവിച്ചത്? അതല്ലേടാ സത്യം? പറയടാ. എന്നെ ഒന്നും ചെയ്യരുത് സാർ, പ്ലീസ്. എനിക്കൊന്നും അറിയില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. സത്യം സാർ ഞാൻ പറയുന്നത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. സത്യം തുറന്നു പറഞ്ഞ നീ ഇതിനകത്ത് നിന്ന് പോകൂ. നീ പറയും, എല്ലാം വിശദമായിട്ട് പറയും. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എല്ലാം മടക്കി കെട്ടി ഇനി എങ്ങോട്ടാ യാത്ര? പോകുന്നെങ്കിൽ അങ്ങ് പോയേക്കണം. വെറുതെ നാണം കെടുത്താൻ തിരികെ വരരുത്. മനുഷ്യനിപ്പോ സ്വസ്ഥമായിട്ടൊന്ന് പുറത്തിറങ്ങി നടക്കാനും വയ്യാതായി. എന്ത് സുഖട്ട, എന്തുണ്ടേ? ഓ, നിനക്കൊന്നും അറിയില്ല. നീ ഇപ്പൊ ആകാശത്തങ്ങ് നൂലിൽ ഇറങ്ങി വന്നല്ലേ ഉള്ളൂ. ഓരോരുത്തരുടെ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോ നിന്ന് നിൽപ്പിലങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോണേന്ന് പ്രാർത്ഥിക്കുക ഞാൻ. അറിയോ നിനക്ക്? ഭാര്യയെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചോ അതോ ലോകകപ്പിൽ തന്നെയാണോ?
അലക്സാണ്ടറെ കൊന്നത് ഭാര്യയാണോ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അതിൽ എന്താണ് പങ്ക്? ഇതൊക്കെ നാട്ടുകാരുടെ ചോദ്യങ്ങൾ. ലോകത്തിൽ ഒരു ഭർത്താക്കന്മാർക്കും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ദുര്യോഗം. ദാ ഇപ്പൊ പോലീസിനെയും പേടിക്കേണ്ട ഗതികേടായി. ഇങ്ങോട്ട് വരുന്ന വഴി നട റോഡിലിട്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ ജോയിൻ ചെയ്തത് നാണം കെട്ടുപോയി. ഇനിയിപ്പോ ഏത് നേരത്താവോ അന്വേഷണവും ജോയിൻ ചെയ്യലെന്നൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് വന്നറിയില്ല. തൃപ്തിയായല്ലോ നിനക്കല്ലേ? ഞാൻ എന്താ ചെയ്യേണ്ട സുഖട്ട? പറ, ഞാൻ ചെയ്യാം. നീ ഇനി ഒന്നും ചെയ്യണ്ട, ചെയ്തോടത്തോളൊക്കെ മതി. നാശം പിടിക്കാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലെന്ന് വിചാരിക്കാൻ ഞാൻ. ഒന്ന് തുറന്ന് പറയടി, നീ തന്നെയാണോ അലക്സാണ്ടറെ കൊന്നത്, അതോ നിനക്ക് വേണ്ടിയാ കിച്ചുവോ? ഇല്ല, കിച്ചു അത് ചെയ്യില്ല. കിച്ചു എന്തിനാ അലക്സാണ്ടറെ കൊല്ലണം? കിച്ചുവിനെ നമുക്കറിയാവുന്നല്ലേ. അയാൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരാളെ കൊല്ലാൻ മാത്രം. കൃഷ്ണകുമാറിനെതിരെ തെളിവുകൾ ഉണ്ടെന്നല്ലേ പറയുന്നേ? എന്ത് തെളിവ്? ആരോ കളിച്ച കളിയായത്, മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി. അതൊക്കെ നമുക്ക് പറയാം, നമുക്കവനെ അറിയാവുന്നതുകൊണ്ട്. പക്ഷേ അന്വേഷണത്തിലൂടെ വ്യക്തമായ തെളിവുകൾ സഹിതം പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എന്ത് തെളിവാ നമ്മുടെ പക്കലുള്ളത്? ശരിയാ ദേവു, എത്ര വ്യക്തമായിട്ട് തെളിവുകൾ നിരത്തിയാലും അതിനൊന്നും പുല്ലുവില കൽപ്പിക്കാത്തവരുടെ കാലമാ. സ്വന്തം മക്കളെ പോലും അംഗീകരിക്കാത്തവരുടെ കാലം. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചേച്ചി. നമ്മൾ എന്ത് ചെയ്യാനാ? അവൻ നിരപരാധി അന്ന് സ്റ്റേഷനിൽ ചെന്ന് പറയണോ? അതുകൊണ്ട് കിച്ചുവിനെ അവർ വിടുവോ? വേണ്ട, അയാളെ വേണമെങ്കിൽ ജാമ്യത്തിൽ ഇറക്കാലോ. എന്നിട്ട് അതെങ്ങാനും ആ അലക്സാണ്ടറുടെ മോൻ അറിഞ്ഞാ പിന്നെ വേണ്ട മോളെ, അതിനൊന്നും നിൽക്കണ്ട. ശാരദാമ്മ പേടിക്കണ്ട, ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരാള് നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും അയാൾ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടോണ്ട് നിൽക്കുന്ന എങ്ങനെയാ? അതൊക്കെ മനസാക്ഷി മരവിച്ചു പോയവർക്കേ പറ്റൂ. എല്ലാവരുടെ മുമ്പിലും അഭിനയിച്ച് മനസ്സ് കല്ലായി പോയവർക്ക്. ദേവാ, റെഡിയാവോ? നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കാം. ശാരദേ, ഞാൻ ഇന്നുവരെ ആരുടെ മുമ്പിലും അഭിനയിച്ചിട്ടില്ല, ആരോട്ട് വഞ്ചിച്ചിട്ടുമില്ല. ഇന്നേ വരെ തന്നോട് പറയാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് തനിക്ക് പറയാവോ? പറ്റില്ല, തനിക്ക് പറയാൻ പറ്റില്ല. എന്നിട്ടും വിശ്വനാഥൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അകത്തുണ്ട്. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഇരിക്കൂ. ഇതാരാ? എൻ്റെ ഒരു സുഹൃത്താണ്, ഗ്രീഷ്മ. വന്ന കാര്യം പറയൂ. സർ, ഞങ്ങൾ കൃഷ്ണകുമാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ? സർ, അയാൾ നിരപരാധിയാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അലക്സാണ്ടറെ കൊല്ലാൻ മാത്രമുള്ള ശത്രുതയൊന്നും അവര് തമ്മിലില്ല. അവര് തമ്മിൽ ശത്രുതയിലാണോ രമ്യതയിലാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരാളെ കൊല്ലാൻ ആജന്മ ശത്രുതയൊന്നും വേണമെന്നില്ല. ഉണ്ടോ? ഇല്ല സർ, കൃഷ്ണകുമാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾക്ക് ആരെയും കൊല്ലാനാവില്ല. അത് നിങ്ങളുടെ കാര്യം. പക്ഷേ അയാൾ അലക്സാണ്ടറെ കൊന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലോ